28 പേരിൽ 4 പേരുടെ മൃതദേഹങ്ങൾ മാത്രമാണ് ആദ്യം വിട്ടുകൊടുത്തത്. അടുത്ത ദിവസം 4 പേരുടെ മൃതദേഹങ്ങൾ വിട്ടുകൊടുത്തു. ഇപ്പൊ 4 പേരുടെ കൂടി മൃതദേഹം വിട്ടുകൊടുക്കുമെന്നാണ് പറയുന്നത്. ഇവരെയൊക്കെ തന്നെ ജെറുസലേമിലെ ആശുപത്രിയിലേക്കാണ് ഈ ബോഡികളൊക്കെ തന്നെ ഫോറൻസിക് പരിശോധനയ്ക്കായിട്ട് കൊണ്ടുപോകുന്നത്. അപ്പം ഈ മരിച്ച ആളുകളുടെ ബന്ധുക്കൾ വളരെ ആകാംക്ഷയോടുകൂടി ഈ മൃതദേഹം കിട്ടുമെന്നുള്ള അവസ്ഥയിലാണ്. പക്ഷേ അത് അവർ ഇന്റർനാഷണൽ റെഡ് ക്രോസിന് കൈമാറുന്നു. ആ റെഡ് ക്രോസ് ജെറുസലേമിലെ ഫോറൻസിക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. ഇങ്ങനെയാണ് അതിന്റെ നടപടിക്രമങ്ങൾ. പക്ഷേ ഇപ്പോഴും കൂടുതൽ പേരെയും, അതായത് 28 പേരിൽ 12 പേരുടെ കാര്യത്തിൽ മാത്രമേ എന്തെങ്കിലും തീരുമാനമായിട്ടുള്ളൂ. 8 പേരെ വിട്ടുകൊടുത്തു. മറ്റ് 4 പേരെ ഇപ്പോൾ ബുധനാഴ്ച വിട്ടുകൊടുക്കും. തിങ്കൾ, ചൊവ്വ, ബുധൻ എന്നീ തീയതികളായിട്ടാണ് ഇങ്ങനെ ഒരു നടപടിക്രമം നടക്കുന്നത്. പക്ഷെ എന്തുകൊണ്ട് മറ്റുള്ളവരെ വിട്ടുകൊടുക്കുന്നില്ല എന്നതാണ് ഒരു വിഷയം. ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവരൊരു യുദ്ധത്തിന്റെ ഇത്തരത്തിലൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായത്, അല്ലെങ്കിൽ അവർ സമാധാനത്തിന് വെടിനിർത്തലിന് അവർ തയ്യാറായത് ഹമാസ് പൂർണ്ണമായിട്ടും അവർക്ക് പ്രവർത്തിക്കാൻ പറ്റാത്ത രീതിയിൽ അവർ ക്ഷീണിതരായി എന്നുള്ളത് കൊണ്ടാണ്. അവർക്ക് അത്രയും തിരിച്ചടിയാണ് നേരിട്ടത്. അതുകൊണ്ട് നിലനിൽപ്പിന് വേണ്ടിയാണ് അവർ ഇങ്ങനെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് ചെയ്തത്, അല്ലെങ്കിൽ യുദ്ധ പരിസമാപ്തിക്കായിട്ട് അവർ ഒത്തുതീർപ്പിന് തയ്യാറായത് എന്നാണ് പലരും കരുതുന്നത്. പക്ഷെ ഇപ്പോഴും അവർ പൂർണ്ണമായിട്ടും അതിൽ യോജിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം ആത്മാർത്ഥതയോടുകൂടിയല്ല അവർ ചെയ്യുന്നത്. അവർ പൂർണ്ണമായിട്ടും എല്ലാ മൃതദേഹങ്ങളും വിട്ടുകൊടുക്കുന്നില്ല എന്ന പരാതിയാണ് ഉയർന്നിരിക്കുന്നത്.